മഴ ഭാഗം 8. അപ്പോഴായിരുന്നു സംഗീതയുടെ ഫോൺ റിങ് ചെയ്തത്. അവൾ സ്ക്രീനിലേക്ക് നോക്കി. പിന്നെ ഫോൺ ഭദ്രയെ കാണിച്ചു. രവിശങ്കർ. അത് കണ്ടതും ഭദ്ര ചിരിച്ചു. ആ പോലീസുകാരന് ഇനി എന്താണോ ആവശ്യം? എടുക്ക് ഫോൺ. ഇവിടെ വെച്ച് എടുക്കുന്നില്ല. സംഗീത ചുണ്ടു ചുളിച്ചു. ഇന്ന് അങ്ങോട്ട് രണ്ട് പറയണം. പൂവാലം പോലീസാണെങ്കിലും ഇങ്ങനൊരു പെൺകുട്ടിയെ വിളിച്ച് ശല്യം ചെയ്യാവോ? ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അത് ഈ ഓട്ടോ ചേട്ടൻ കേൾക്കും. അത് കേട്ട് ഓട്ടോ ഡ്രൈവർ കണ്ണാടിയിലൂടെ ഒന്ന് നോക്കി ചിരിച്ചു. ഭദ്രയ്ക്ക് ചിരി അടക്കാനായില്ല. വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം, സംഗീത ദേഷ്യത്തോടെ പറഞ്ഞു. ഇനി എന്താ പ്രശ്നമെന്ന് എനിക്കറിയണം. അവളുടെ ആ എക്സ്പ്രഷൻ കണ്ടതും ഭദ്ര വീണ്ടും ചിരിച്ചു. പുറത്ത് മഴ കഴിഞ്ഞ് തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു. പതിവ് പോലെ തന്നെ ആ സന്ധ്യയിലും ടീച്ചറമ്മ ഗേറ്റിന് സമീപം നിന്നുകൊണ്ടിരുന്നു. മഴ പെയ്ത് നനഞ്ഞ മുറ്റത്ത് പതുക്കെ നടന്നുകൊണ്ടിരുന്നു. അവർ ഭദ്ര വരുന്നത് കാത്തിരിക്കുന്നതാണ്. ഗേറ്റ് ചെറുതായി ഒന്ന് തുറന്നിട്ടിരുന്നു. ആകാശം മുഴുവൻ കറുത്ത മേഘങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. ഇടയ്ക്ക് തണുത്ത കാറ്റ് വീശി വരുമ്പോൾ മഴത്തുള്ളികൾ മുറ്റത്തേക്ക് തെറിച്ചു വീണു. അപ്പോഴായിരുന്നു ഗേറ്റിന് മുന്നിൽ ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത്. ഇതെന്താ, ഇന്ന് ഓട്ടോയിലാണോ? ടീച്ചർമ്മ അത്ഭുതത്തോടെ പറഞ്ഞുകൊണ്ട് ഗേറ്റിനരികിലേക്ക് നടന്നു. ഓട്ടോയിൽ നിന്നും ആദ്യം ഇറങ്ങിയത് ഭദ്രയായിരുന്നു. അവളുടെ പിന്നാലെ വലിയൊരു ബാഗ് വലിച്ചിറക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് മറ്റൊരാൾ കൂടി ഇറങ്ങി. അവളെ കണ്ട നിമിഷം തന്നെ ടീച്ചറമ്മയുടെ മുഖം വിരിഞ്ഞു. ആഹാ, വന്നല്ലോ വായാടി. ചിരിച്ചുകൊണ്ട് ടീച്ചറമ്മ പറഞ്ഞതും ടീച്ചറമ്മേ എന്ന് വിളിച്ചുകൊണ്ട് സംഗീത ഓടിയെത്തി. അവരെ കെട്ടിപ്പിടിച്ചു. സുഖാണോ ടീച്ചറെ? അവൾ ചോദിച്ചു. സുഖായിട്ടിരിക്കുന്നു. അപ്പോഴേക്കും ഭദ്ര ഓട്ടോയ്ക്ക് പൈസ കൊടുത്ത് ബാഗുകളുമായി അകത്തേക്ക് നടന്നു വന്നു. ആഹാ, സംഗീത മോളെ, അവർ സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോഴാണ് അവർ ശാന്തചേച്ചിയെ കണ്ടത്. മുറ്റത്ത് ശബ്ദം കേട്ട് ഇറങ്ങി വന്നതാണ് അവർ. ഇപ്പോഴും ഇവിടെ നിന്ന് റിട്ടയർഡ് ആവാൻ പ്ലാനില്ലേ? സംഗീത പതിവ് കളിയോടെ ചോദിച്ചതും എന്റെ പൊന്നു മോളെ, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകട്ടെ, ശാന്തചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സംഗീത പെട്ടെന്ന് അവരെയും കെട്ടിപ്പിടിച്ചു. ഇവിടെയൊക്കെ ഒന്നും മാറിയിട്ടില്ല കേട്ടോ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് ശരിയാണ്, നിനക്ക് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ, ശാന്തചേച്ചി പറഞ്ഞു. അവരുടെ ആ ചിരിയും സംസാരവും കൊണ്ട് വീടാകെ നിറഞ്ഞു. കുറച്ചുനേരം കഴിഞ്ഞ് ശാന്തചേച്ചി ചായയുമായിട്ട് വന്നു. അവർക്ക് കൊടുത്തു. ഭദ്ര ചിരിച്ചുകൊണ്ട് ഒരു ചെറിയ കവർ അവരുടെ കയ്യിൽ കൊടുത്തു. ഇതെന്താ? ടീച്ചറമ്മ ചോദിച്ചു. ടീച്ചറമ്മ അത് തുറന്നു നോക്കിയതും അവർക്ക് പ്രിയപ്പെട്ട പലഹാരം. അത് കണ്ടതും ടീച്ചറമ്മയുടെ മുഖത്തെ സന്തോഷം കണ്ട് ഇപ്പോഴും കുഞ്ഞാണെന്ന വിചാരം, സംഗീത കളിയാക്കി പറഞ്ഞതും നീ പോടി, ടീച്ചറമ്മ പറഞ്ഞു. അപ്പോഴേക്കും ശാന്തചേച്ചി പലഹാരങ്ങളുമായി വന്നു. പിന്നെ വിശേഷങ്ങൾ പറഞ്ഞ് എല്ലാവരും ഒരുമിച്ചിരുന്നു. മോളിന്ന് പോകുമോ? ശാന്തചേച്ചി ചോദിച്ചു. ഇല്ല, 2 ദിവസം ഞാൻ ഇവിടെ തന്നെയുണ്ട്, സംഗീത പറഞ്ഞതും ആണോ, നന്നായി, ടീച്ചറമ്മ സന്തോഷത്തോടെ പറഞ്ഞു. പിന്നീട് ഭദ്ര സംഗീതയെ മുകളിലെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുറിയിലേക്ക് ചെന്നതും സംഗീത ആദ്യം തന്നെ ബാൽക്കണിയുടെ ഡോർ തുറന്നു. തണുത്ത കാറ്റ് അകത്തേക്ക് വീശി വന്നു. പുറത്ത് മഴ നനഞ്ഞ ചെടികൾ നിരന്നു നിന്നിരുന്നു. റോസാപ്പൂക്കൾ മഴത്തുള്ളികളാൽ തിളങ്ങി. കൊള്ളാലോ, സംഗീത അത്ഭുതത്തോടെ പറഞ്ഞു. ഇത്രയും ചെടികള്, നിനക്കിപ്പോഴും ഈ ചെടികളുടെ ഭ്രാന്ത് മാറിയിട്ടില്ലേ? ഭദ്ര ചിരിച്ചു. ചെടികളെ ഇഷ്ടപ്പെടുന്നത് ഞാൻ നിർത്തുവോ? ചെറുതിലേ മുതലുള്ള എന്റെ ഇഷ്ടമല്ലേ, അത് പെട്ടെന്ന് മാറില്ല, അവൾ പറഞ്ഞു. രണ്ടുപേരും കുറച്ചു സമയം അവിടെ നിന്നു. പിന്നെ രണ്ടുപേരും ഫ്രഷായി താഴേക്കെത്തിയതും വിജയൻ ചേട്ടൻ ശാന്തചേച്ചിയെ കൊണ്ടുപോകാൻ എത്തിയിരുന്നു. പുറത്ത് വീണ്ടും മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി. വീട്ടിനുള്ളിൽ ചിരിയും സംസാരവും നിറഞ്ഞിരുന്നു. നീ ഇന്ന് വരുന്ന കാര്യം വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? ടീച്ചറമ്മ ചോദിച്ചു. ഇല്ല, വീട്ടിൽ പറഞ്ഞിട്ടില്ല, ഞാൻ ഇന്ന് വരുമെന്ന് സംഗീത പറഞ്ഞു. ഇപ്പോഴും നിന്റെ മുത്തശ്ശിയുടെ ആ സ്ട്രിക്ട്നെസ് മാറിയിട്ടില്ലല്ലേ? ടീച്ചറമ്മ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ടീച്ചറമ്മയ്ക്ക് അതൊക്കെ അറിയാമോ? ഭദ്ര അത്ഭുതത്തോടെ ചോദിച്ചു. അയ്യോ, ഇവള് സ്കൂളിൽ പഠിക്കുമ്പോ ആരെങ്കിലുമായിട്ട് വഴക്കിട്ടെന്നറിഞ്ഞ സ്കൂളിലേക്ക് ഓടി വരുമായിരുന്നു ഇവളുടെ മുത്തശ്ശി, ടീച്ചറമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോഴും മുത്തശ്ശി 76-ലാ ജീവിക്കുന്നത്, സംഗീത കളിയാക്കി പറഞ്ഞതും ഭദ്രയും ടീച്ചറമ്മയും ചിരിച്ചു. ആ വീട്ടിൽ അന്ന് ഏറെ നാളുകൾക്ക് ശേഷം നിറഞ്ഞ സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരുന്നു. അതേസമയം കാശി അന്നും മദ്യപിച്ചായിരുന്നു വീട്ടിലേക്ക് വന്നത്. കാറിൽ നിന്നും ഇറങ്ങിയതും പതിവ് പോലെ തന്നെ അവന്റെ കണ്ണുകൾ ആദ്യം പോയത് അപ്പുറത്തെ വീട്ടിലേക്കായിരുന്നു. അവിടെ ലൈറ്റുകൾ കത്തുന്നുണ്ടായിരുന്നു. പക്ഷേ പുറത്താരെയും കണ്ടില്ല. അവൻ കുറച്ചുനേരം ആ വീട്ടിലേക്ക് നോക്കി നിന്നു. പിന്നെ പതുക്കെ അകത്തേക്ക് നടന്നു. പടികൾ കയറുമ്പോൾ അവൻ പലപ്പോഴും അല്പം വീഴാനായി പോകുന്നുണ്ടായിരുന്നു. മഴ നിന്നുകൊണ്ട് ദേവനാഥൻ അത് നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കാശി അവനെ ശ്രദ്ധിച്ചില്ല. നേരെ മുറിയിലേക്ക് കയറി. ബാൽക്കണിയുടെ ഡോറ് തുറന്നു. തണുത്ത മഴക്കാറ്റ് മുഖത്തേക്ക് അടിച്ചു. അവൻ കൈകൾ റെയിലിങ്ങിൽ വെച്ച് അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കി നിന്നു. എന്തോ അവിടേക്ക് നോക്കുമ്പോൾ മനസ്സിനുള്ളിൽ ഒരു ശാന്തത തോന്നാറുണ്ട്. ഇത്രയും നാളായി ജീവിച്ച ജീവിതത്തിൽ കിട്ടാത്ത ഒരു സമാധാനം. ആ ബാൽക്കണിയിൽ ഇപ്പോൾ നിറയെ ചെടികളാണ്. ചെറിയ ലൈറ്റുകൾ മഴത്തുള്ളികളിൽ മിന്നുന്നു.
അവൻ അതിലേക്ക് നോക്കി നിൽക്കുമ്പോഴായിരുന്നു ഒരു പെൺകുട്ടി ഫോണിൽ സംസാരിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് വരുന്നത്. അവളെ കണ്ട നിമിഷം തന്നെ അവന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഭദ്ര, അവന്റെ മനസ്സ് വിളിച്ചു. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൻ തിരിച്ചറിഞ്ഞു അത് ഭദ്രയല്ല, മറ്റാരോ ആണ് എന്ന്. അവന് അറിയാതെ ഒരു ദീർഘനിശ്വാസം വിട്ടു. എന്തിനാണെന്ന് പോലും അറിയാതെ ആ നിമിഷം അവന് ചെറിയൊരു നിരാശ തോന്നി. അവൻ പ്രതീക്ഷിച്ച ആളെ അവിടെ കാണാത്തതും കാശിക്ക് പെട്ടെന്ന് ഉള്ളിൽ ഒരു അസ്വസ്ഥത പടർന്നു. എന്തിനാണെന്നോ എന്തുകൊണ്ടാണെന്നോ അവന് തന്നെ മനസ്സിലായില്ല. ബാൽക്കണിയിലെ റൈലിംഗിൽ കൈവച്ച് അവൻ അപ്പുറത്തെ വീട്ടിലേക്ക് തന്നെ നോക്കി നിന്നു. മഴത്തുള്ളികൾ അപ്പോഴും ചെറുതായി വീഴുന്നുണ്ടായിരുന്നു. ചെടികളിൽ പതിക്കുന്ന മഴത്തുള്ളികൾ മിന്നിത്തിളങ്ങി. പെട്ടെന്നാണ് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന സംഗീത തിരിഞ്ഞത്. അവളുടെ നോട്ടം നേരെ കാശിയുടെ ബാൽക്കണിയിലേക്ക് എത്തി. അവൾ തിരിഞ്ഞു നിന്ന് അവനെ നോക്കുന്നത് കണ്ടതും കാശി വേഗം മുഖം തിരിച്ചു. അവൻ പെട്ടെന്ന് അകത്തേക്ക് നടന്നു. ബാൽക്കണി ഡോറ് വേഗത്തിൽ അടച്ചു. അവൻ വന്ന് സോഫയിലേക്ക് വീണിരുന്നു. കണ്ണുകൾ അടച്ചിട്ടും മനസ്സ് ശാന്തമാകുന്നില്ല. അപ്പോഴേക്കും ഭദ്ര റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് വന്നിരുന്നു. സംഗീത അപ്പോഴും കാശിയുടെ ബാൽക്കണിയിലേക്ക് തന്നെ നോക്കി നിൽക്കായിരുന്നു. എന്താ അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്? ഭദ്ര ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവിടെ ഒരു ഉഗ്രൻ ചെക്കനെ കണ്ടു. സംഗീത കണ്ണുറുക്കി പറഞ്ഞു. പൊന്നു മോളെ സംഗീതേ, അത് കാശിനാഥൻ സാറായിരിക്കും, നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഓണർ. ഭദ്ര പറഞ്ഞതും എന്ത്? സംഗീത ഒന്ന് ഞെട്ടി. ആ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ കാശിനാഥൻ? ആകാംക്ഷയോടെ അവൾ ചോദിച്ചു. അതെ. ഭദ്ര തല കുലുക്കി. സാറിന്റെ വീടാണല്ലേ അത്? അതെ. നിനക്കറിയില്ലായിരുന്നോ? ഭദ്ര ചോദിച്ചു. ഇല്ല. സംഗീത വീണ്ടും ആ ബാൽക്കണിയിലേക്ക് നോക്കി. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കുറെ നാളായല്ലോ, പിന്നെ ഇതൊന്നും അറിയില്ലായിരുന്നു. ഭദ്ര ഒന്ന് ചിരിച്ചു. കാണാൻ സുന്ദരനാണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ഇടയ്ക്ക് പത്രത്തിലും മാസികയിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഡോക്ടർ കാശിനാഥിന്റെ ഫോട്ടോ. പക്ഷെ മുഖം ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അപ്പോ അതാണല്ലേ നിന്റെ കണ്ണ് അങ്ങോട്ട് തന്നെ പോകുന്നത്? ഭദ്ര അവളെ നോക്കി കളിയാക്കി. പോടി അവിടുന്ന്. സംഗീത ചിരിച്ചു. എന്തായാലും സീരിയസ് ലുക്കുണ്ടെങ്കിലും ആളെ കാണാൻ പൊളിയാണ്. സംഗീത കാശിയുടെ ബാൽക്കണിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഭദ്ര ഒന്നും പറഞ്ഞില്ല. അവളും പതുക്കെ ബാൽക്കണിയിലേക്ക് നോക്കി. അവിടെ അപ്പോൾ ആ ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാശിയെ കാണാനില്ലായിരുന്നു. എന്തുകൊണ്ടോ അവളുടെ മനസ്സിലും ചെറിയൊരു ശൂന്യത തോന്നി. അത് മറയ്ക്കാൻ എന്ന പോലെ അവൾ വിഷയം മാറ്റി. അല്ല, നീ ആ പോലീസുകാരനെ വിളിച്ചോ? രവിശങ്കറിനെ. ഇത് കേട്ടതും സംഗീതയുടെ മുഖത്ത് ചെറിയൊരു ചിരി വിരിഞ്ഞു. ആ വിളിച്ചു. ഞാൻ എത്തിയോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ? ഭദ്ര ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നിന്നെ കണ്ടോന്ന് ചോദിച്ചു. എന്നിട്ട്? ഞാൻ എത്തിയെന്ന് പറഞ്ഞു. നിന്നെ കാണാൻ പറ്റുമെങ്കിൽ കാണണമെന്നും പറഞ്ഞു. ഭദ്ര സംഗീതി നോക്കി. അപ്പൊ നീ സമ്മതിച്ചോ? നീ എന്റെ അടുത്തേക്കാണ് വരുന്നതെന്ന് ഭദ്ര ചോദിച്ചു. എന്റെ പൊന്നു ഭദ്ര, അയാൾക്ക് ഞാൻ പറയാതെ തന്നെ പലതും മനസ്സിലായിട്ടുണ്ട്. എന്ത്? നീ എവിടെയാണ് എന്നൊക്കെ. ഭദ്രയുടെ മുഖം പെട്ടെന്ന് ഗൗരവമായി. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, അയാൾ ഇതൊന്നും ആരോടും പറയില്ല. നിന്നെ ഒറ്റിക്കൊടുക്കില്ല. നിന്നെപ്പറ്റി നല്ല അഭിപ്രായമാണ്. ഭദ്ര കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പുറത്ത് മഴ വീണ്ടും ശക്തമായി. രണ്ടുപേരും റൂമിലേക്ക് പോയി. ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് കിടന്നുറങ്ങി. പക്ഷേ അന്ന് കാശിക്ക് ഉറക്കം വന്നില്ല. സോഫയിൽ ഇരുന്നു കൊണ്ട് അവൻ വീണ്ടും വീണ്ടും അപ്പുറത്തെ ബാൽക്കണിയെക്കുറിച്ചായിരുന്നു ചിന്തിച്ചത്. ഭദ്രയെ കാണണമെന്ന് കരുതി നോക്കിയപ്പോൾ മറ്റൊരു പെൺകുട്ടി. അതെന്തിനാണ് തന്നെ ഇങ്ങനെ അസ്വസ്ഥനാക്കുന്നത്? അവൻ കണ്ണുകൾ അടച്ചു. ഛേ! സ്വയം തന്നെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കാശി സോഫയിൽ നിന്നും എഴുന്നേറ്റു. താൻ എന്തിനാ അപ്പുറത്തെ ബാൽക്കണിയിലേക്ക് നോക്കി നിന്നത്? എന്തിനാണ് ഭദ്രയെ കാണണമെന്ന് മനസ്സ് ആഗ്രഹിച്ചത്? എന്തിനാണ് അവളെ കാണാതെ മറ്റൊരാളെ കണ്ടപ്പോൾ അസ്വസ്ഥത തോന്നിയത്? ഒന്നിനും അവന് ഉത്തരമുണ്ടായിരുന്നില്ല. ആ ചിന്തകൾ തന്നെ അവനെ വല്ലാതെ ചൊടിപ്പിച്ചു. എന്താ കാശി നിനക്ക് പറ്റിയത്? അവൻ സ്വയം ചോദിച്ചു. അറിയാതെ തന്നെ അവൻ കൈ മുറുകെ പിടിച്ചു. സ്വയം തന്നെ വേദനിപ്പിക്കണമെന്നൊരു വികാരം ഉള്ളിൽ നിറഞ്ഞു. കുറച്ചുനേരം അവൻ മുറിക്കുള്ളിലൂടെ നടന്നു. പിന്നെ ക്ഷീണിച്ച മനസ്സോടെ ബെഡിലേക്ക് വീണു. പുറത്ത് മഴ അപ്പോഴും പെയ്യുന്നുണ്ടായിരുന്നു. കണ്ണുകൾ അടച്ചിട്ടും ഭദ്രയുടെ മുഖം വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വന്നു. അവൾ ചിരിക്കുന്നതും ഭയന്ന് നിൽക്കുന്നതും മഴയിൽ നനയുന്നതും. അവൻ വേഗം കണ്ണുകൾ മുറുക്കിയടച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ക്ഷീണം അവനെ ഉറക്കത്തിലേക്ക് തള്ളിവിട്ടു. അതേസമയം ശ്യാമിന്റെ മുറിയിൽ വാതിൽ പതുക്കെ തുറന്ന് അമ്മ അകത്തേക്ക് വന്നു. ശ്യാം ബെഡിൽ ഇരിക്കുകയായിരുന്നു. ശ്യാം, അമ്മ വിളിച്ചു. അവൻ തല ഉയർത്തി നോക്കി. നീ വക്കീലിനെ കണ്ടോ? ഇല്ല, അവൻ പതിയെ പറഞ്ഞു. നാളെ പോയി കാണണം, അമ്മ ഗൗരവത്തോടെ പറഞ്ഞു. ഭദ്ര അയച്ചിരിക്കുന്ന ആ ഡിവോഴ്സ് പേപ്പറിൽ നീ സൈൻ ചെയ്യണം. ശ്യാം പെട്ടെന്ന് തല ഉയർത്തി. അമ്മേ, എനിക്ക് പറ്റില്ല. പറ്റണം, അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. അങ്ങനെ പറ്റില്ലായിരുന്നെങ്കിൽ നീ എന്തിനായിരുന്നു ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങിയത്? അമ്മയുടെ ദേഷ്യത്തോടെയുള്ള ആ വാക്കുകൾ ശ്യാമിന്റെ നെഞ്ചിലേക്ക് കുത്തി ഇറങ്ങിയതുപോലെ തോന്നി. അവൻ മിണ്ടിയില്ല.
ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഡിവോഴ്സ് കഴിഞ്ഞാൽ ഉടനെ മീരയുമായിട്ടുള്ള വിവാഹം നടത്തണം. ഇതുവരെ ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഡിവോഴ്സ് കഴിഞ്ഞ് കല്യാണമായാൽ എല്ലാവരും അറിയും. അവർ ഒരു നിമിഷം നിശബ്ദയായി. ആളുകൾ ചോദിക്കും, കാരണം ചോദിക്കും. എന്തു മറുപടി പറയണമെന്ന് എനിക്ക് എനിക്കറിയില്ല. ബദ്രയെപ്പറ്റി ഒരു മോശം പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. ആ വാക്കുകളിൽ ഒരു വേദനയുണ്ടായിരുന്നു. എന്തെങ്കിലും വഴി കണ്ടെത്തണം. അതും പറഞ്ഞ് അവർ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. ശ്യാം മിണ്ടാതെയിരുന്നു. പിന്നെ പതുക്കെ ബെഡിലേക്ക് കിടന്നു. കമഴ്ന്ന് കിടക്കുമ്പോൾ പോലും ആ ബെഡ്ഷീറ്റിൽ ഭദ്രയുടെ മണമാണ് എന്ന് അവന് തോന്നിയത്. അതോടെ അവന്റെ നെഞ്ച് വീണ്ടും പിടഞ്ഞു. തെറ്റ് ചെയ്യാൻ തോന്നിയ ആ ഒരു നിമിഷത്തെ അവൻ വെറുത്തു. ഭദ്ര. അവന്റെ ചുണ്ടുകൾ വിറച്ചു. കണ്ണുകൾ നിറഞ്ഞു. അവന്റെ കണ്ണുനീർ ബെഡ്ഷീറ്റിനെ നനച്ചു. ഞാൻ എത്ര മാപ്പ് ചോദിച്ചാലും മതി വരില്ല. അവൻ പൊട്ടിക്കരഞ്ഞു. ഭദ്ര, വാ, നീ എന്റെ അടുത്തേക്ക് വാ. ആ ശബ്ദം മുറിക്ക് പുറത്ത് കേട്ടു. പുറത്തു നിന്നിരുന്ന അമ്മയും ശ്യാമിലിയും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മ കണ്ണു തുടച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർ വേദനയോടെ പറഞ്ഞു. അവർ പതുക്കെ നടന്നുപോയി. ശ്യാമിലി അവിടെ നിന്നു. തന്റെ സഹോദരൻ എങ്ങനെ കരയുന്നത് അവൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അവളുടെ നെഞ്ചും വേദനിച്ചു. പക്ഷെ ഏട്ടൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഏട്ടൻ അനുഭവിക്കണം, അവൾ മനസ്സിൽ പറഞ്ഞു. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അവളും മുറിയിലേക്ക് നടന്നു. അതേസമയം മീരയുടെ വീട്ടിൽ സന്തോഷമായിരുന്നു. വൈകുന്നേരം തന്നെ ശ്യാമിന്റെ അമ്മ വിളിച്ച് വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞിരുന്നു. ഭദ്രയുടെ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്താൽ ഉടനെ കല്യാണ കാര്യങ്ങൾ തുടങ്ങാം. അവർ പറഞ്ഞതും മീരയുടെ മുഖം സന്തോഷത്തോടെ തിളങ്ങി. ആ സന്തോഷത്തിൽ തന്നെ അവൾ അച്ഛനെയും അമ്മയെയും കൂട്ടി പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പോയി. അവളുടെ മനസ്സിൽ മുഴുവൻ ഇനി വരുന്ന ജീവിതത്തിന്റെ സ്വപ്നങ്ങളായിരുന്നു. രാവിലെ ആദ്യം കണ്ണു തുറന്നത് ഭദ്രയായിരുന്നു. കുറച്ചു നിമിഷങ്ങൾ അവൾ അങ്ങനെ തന്നെ കിടന്നു. പിന്നെ അടുത്ത് കിടക്കുന്ന സംഗീതയെ നോക്കിയതും അവൾക്ക് ചിരി വന്നു. സംഗീത തന്റെ മേലേക്ക് കാലും കൈയും കയറ്റി വെച്ച് കുട്ടിയെപ്പോലെ ഉറങ്ങുകയാണ്. ഈ പെണ്ണ്, ഭദ്ര മനസ്സിൽ പറഞ്ഞു. പതുക്കെ അവളുടെ കാല് മാറ്റി വെച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു. വാഷ്റൂമിലേക്ക് പോയി മുഖം കഴുകി ഫ്രഷായി. പിന്നെ പതിവ് പോലെ നേരെ ബാൽക്കണിയിലേക്ക് നടന്നു. ഇപ്പോൾ അതൊരു ശീലമായി മാറിയിരുന്നു. രാവിലെ എഴുന്നേറ്റാൽ കുറച്ചു സമയം അവിടെ നിൽക്കുക. ബാൽക്കണി ഡോറ് തുറന്നതും തണുത്ത കാറ്റ് മുഖത്തേക്കടിച്ചു. മഴ പെയ്തത് കൊണ്ട് ചെടികളെല്ലാം മഴത്തുള്ളികൾ മുത്തുപോലെ തിളങ്ങി നിന്നു. റോസാപ്പൂക്കളിൽ നിന്നും വീഴുന്ന വെള്ളത്തുള്ളികളുടെ വെളിച്ചത്തിൽ മിന്നി. ഭദ്ര ഓരോ ചെടികളും സ്നേഹത്തോടെ നോക്കി. കുറച്ചുനേരം അവൾ അവിടെ നിന്നു പുറം കാഴ്ചകൾ നോക്കി. രാവിലെ മങ്ങിയ വെളിച്ചത്തിൽ ആ നാടിന് വല്ലാത്തൊരു ഭംഗിയായിരുന്നു. പിന്നീട് അവൾ താഴേക്കിറങ്ങി നേരെ അടുക്കളയിലേക്ക്. അവൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടീച്ചറമ്മ അവളുടെ അടുത്തേക്ക് വന്നു. മോളെ, ഇന്ന് ലീവ് എടുക്കുന്നുണ്ടോ? ടീച്ചറമ്മ ചോദിച്ചു. അതെ അമ്മേ, ഇന്ന് എനിക്ക് ലീവാണ്. സംഗീത നാളെയല്ലേ ജോലി കയറുന്നത്. അപ്പോ നാളെ ഒരുമിച്ച് പോകാന്ന് കരുതി. ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തേക്ക് പോയാലോ? ഭദ്ര പുഞ്ചിരിയോടെ ടീച്ചറമ്മയോട് ചോദിച്ചു. അതിനെന്താ മോളെ, പോകാലോ. പക്ഷെ നിന്റെ കൂട്ടുകാരി എഴുന്നേറ്റില്ലേ? അമ്മ ചിരിച്ചുകൊണ്ട് തിരക്കി. ഇല്ലമ്മേ, അവള് നല്ല ഉറക്കത്തിലാണ്. എന്നാ അവള് കിടക്കട്ടെ, ഇന്ന് പോകണ്ടല്ലോ. നാളെ മുതല് നേരത്തെ എഴുന്നേറ്റ് ഓടേണ്ടതല്ലേ? പിന്നെ അവളുടെ വീട്ടില് മുത്തശ്ശിയുള്ളപ്പോ അവൾക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ? ടീച്ചറമ്മ പറഞ്ഞു. അത്ര സ്ട്രിക്റ്റ് ആണോ അവിടെ? ഭദ്ര കൗതുകത്തോടെ ചോദിച്ചു. പിന്നല്ലാതെ, അവളെപ്പോലെ ഒരു വായാടിയെ അവിടെ അടക്കിയിരുത്താൻ ആ മുത്തശ്ശിക്ക് മാത്രമേ കഴിയൂ. മിക്കവാറും കുറച്ചു ദിവസം കഴിയുമ്പോൾ അവൾ ഇങ്ങോട്ട് തന്നെ ഓടി വരാൻ സാധ്യതയുണ്ട്. ടീച്ചറമ്മയുടെ വാക്കുകൾ കേട്ട് ഭദ്രയൊന്ന് ചിരിച്ചു. പിന്നീട് അടുക്കളയിലെ ജോലികൾ ഓരോന്നായി തീർക്കുന്ന തിരക്കിലായി ഇരുവരും. ജോലികൾ തീർന്നതും ടീച്ചറമ്മ 2 കോഫി മഗ് എടുത്തു. ഒന്ന് ഭദ്രയ്ക്ക് കൊടുത്തു. രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി. മുറ്റത്ത് മഴവെള്ളം ചെറുതായി കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. ചെടികളിൽ നിന്നൊക്കെ വെള്ളത്തുള്ളികൾ ഇനിയും ഇറ്റിറ്റ് വീഴുന്നുണ്ട്. കോഫി കുടിച്ചുകൊണ്ട് അവർ മുറ്റത്ത് കൂടി നടന്നു. ഭദ്ര ഓരോ ചെടികളും നോക്കി നിന്നു. അമ്മേ, ഈ റോസ് നോക്കിയേ, നല്ല നിറയല്ലേ? അവൾ സന്തോഷത്തോടെ പറഞ്ഞു. ടീച്ചറമ്മ അവളെ നോക്കി ചിരിച്ചു. അവൾ പൂക്കളെ തലോടിയും ചെടികളോട് സംസാരിച്ചും കുഞ്ഞുങ്ങളെ പോലെ സന്തോഷിച്ച് നടക്കുന്നത് കണ്ടപ്പോ ടീച്ചറമ്മയുടെ മനസ്സും നിറഞ്ഞു. അതെല്ലാം അപ്പുറത്തെ വീട്ടിലെ ബാൽക്കണിയിൽ നിന്നൊരാൾ നോക്കുന്നുണ്ടായിരുന്നു. കാശി. രാത്രി വൈകിയാണ് ഉറങ്ങിയതെങ്കിലും രാവിലെ കണ്ണു തുറന്ന ഉടനെ അവന്റെ നോട്ടം പോയത് ആ ബാൽക്കണിയിലേക്കായിരുന്നു. അവൻ പതുക്കെ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് വന്നു. തണുത്ത കാറ്റ് മുഖത്തേക്കടിച്ചു. അവൻ ടീച്ചറമ്മയുടെ വീടിന്റെ ബാൽക്കണിയിലേക്ക് നോക്കി. പക്ഷേ അവിടെ ആരുമില്ല. പിന്നെ അവൻ താഴേക്ക് നോക്കിയതും മുറ്റത്ത് കൂടി നടന്നു വരുന്ന ഭദ്രയെയും ടീച്ചറമ്മയും കണ്ടു. ഭദ്രയുടെ കയ്യിൽ ഒരു കോഫി കപ്പ് ഉണ്ടായിരുന്നു. മറ്റേ കൈകൊണ്ട് അവൾ ഒരു പൂവിനെ പതുക്കെ തൊടുന്നുണ്ട്. പൂവിനോട് തന്നെ എന്തോ പറയുന്നത് പോലെ. പിന്നെ ടീച്ചറമ്മയോട് തിരിഞ്ഞ് ചിരിച്ചു. ആ ചിരി അവൾ അറിയാതെ നോക്കി നിന്നു.
സാധാരണ ഒരു ചുരിദാറിൽ കയ്യിൽ കോഫി മഗ് പിടിച്ച് പൂക്കളോട് സംസാരിച്ചു നിൽക്കുന്ന അവളെ കണ്ടപ്പോ എന്തോ അവന്റെ മനസ്സ് പതുക്കെ ശാന്തമാകുന്നത് പോലെ തോന്നി. ഇത്ര നാളായി ഉള്ളിൽ നിറഞ്ഞു നിന്ന ഭാരത്തിന്റെ ഇടയില് ആ കാഴ്ച ഒരു ചെറിയൊരു ആശ്വാസം പോലെ തോന്നി. കാശി അറിയാതെ തന്നെ ബാൽക്കണിയുടെ റെയിലിംഗിൽ കൈവച്ച് നിന്നു. അവന്റെ കണ്ണുകൾ മുഴുവൻ ഭദ്രയിലായിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇനി താലിയോഗം വേഗം ഇടാട്ടോ. എന്നാലും എഴുതിയിട്ടില്ല, കുറച്ച് ലേറ്റ് ആവും, എന്നാലും ഇന്ന് തന്നെ ഇടും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.